അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പോൾ സമയം പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു. 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഞാൻ ആദ്യമായി അന്വേഷിച്ചത് സഹയോഗ് എന്ന താമസ സൗകര്യത്തെക്കുറിച്ചാണ്. അത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. വലിയൊരു ഹാളാണിത്. കിടക്കാനുള്ള സൗകര്യമുണ്ട്. സോഫ സെറ്റി പോലെയുള്ളത്. ചിലർ കിടന്നുറങ്ങുന്നുണ്ട്. 10ാം നമ്പർ ലോക്കറിൻ്റെ കീ എനിക്ക് തന്നു. അടുത്ത ദിവസം രാവിലെ പുഷ്കറിലേക്കുള്ള ബസ് അന്വേഷിച്ച് ബസ് സ്റ്റേഷനിലേക്ക് നടന്നു. ബസ് പുറപ്പെടുന്ന സമയത്തിന് മുമ്പായതുകൊണ്ട് സീറ്റുകൾ കാലിയായിരുന്നു. താമസിയാതെ സീറ്റ് നിറഞ്ഞു വണ്ടി പുറപ്പെട്ടു. തൊട്ടടുത്തിരുന്ന ആൾ കുശലം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എവിടെ നിന്നാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത്, എന്താണ് യാത്രാ ഉദ്ദേശം തുടങ്ങി എല്ലാം അയാൾക്കറിയാം. ഒരു ടൂറിസ്റ്റായിട്ടാണ് എൻ്റെ വരവ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുഷ്കറിൽ പ്രധാനമായും കാണാനുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു. പുഷ്കറിലേക്കും സാവിത്രി മാതാ ടെമ്പിളും ബസ് ഇറങ്ങി അധികം അകലെയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പഴയ രാജകീയ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സാധാരണ ഗ്രാമപ്രദേശത്തെ അന്തരീക്ഷം. നേരെ നടന്നപ്പോൾ ദിശാബോർഡ് കണ്ടു. പുഷ്കറിലേക്കും സാവിത്രി മാതാ ക്ഷേത്രവും ഒരേ ദിശയിലേക്കാണ്. തണുപ്പ് വിട്ടുമാറിയിട്ടില്ല. എല്ലാവരും കമ്പിളി ഉടുപ്പുമായാണ് റോഡിൽ നടക്കുന്നത്. ഒരു വശത്തായി വലിയൊരു സ്റ്റേഡിയം. വെറുതെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കടന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു. കടപ്പുറത്ത് നടക്കുന്ന പ്രതീതി. വീണ്ടും റോഡിലേക്ക് കയറി. സാവിത്രി മാതാ ക്ഷേത്രത്തിലേക്ക് 1/2 കിലോമീറ്റർ എന്ന ബോർഡാണ് പിന്നെ കണ്ടത്. പെട്ടെന്നാണ് മാർക്കറ്റുകൾ അവസാനിച്ചത്. റോഡ് സാമാന്യം വിജനമാണ്. എങ്കിലും നേരെ നടന്നു. അധികം താമസിയാതെ സാവിത്രി മാതാ ക്ഷേത്രത്തിലേക്കുള്ള കേബിൾ കാർ ആരംഭിക്കുന്നിടത്ത് എത്തിച്ചേർന്നു. 150 രൂപയാണ് പ്രവേശന പാസ്. പുഷ്കറിലെ വിശാലമായ ഭൂപ്രദേശം. താഴ്വരയിലൂടെ മുന്നോട്ടും പുറകോട്ടും നീക്കി കേബിൾ കാറിന്റെ ഗ്രേഡി കാണാം. അങ്ങകലെ കൂർത്ത കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേബിൾ കാറിൽ നിന്നിറങ്ങിയാൽ വിശാലമായ വ്യൂ പോയിന്റിലാണ് എത്തുന്നത്. ചുറ്റും വളരെ മനോഹരമായ കാഴ്ച. സൂര്യൻ ഉദിച്ചു പൊങ്ങിയതിനാൽ തണുപ്പ് വഴിമാറിക്കൊണ്ടിരുന്നു. തികച്ചും ചെങ്കുത്തായ ഒരു മലയ്ക്ക് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേബിൾ കാർ സ്ഥാപിക്കുന്നതിന് മുമ്പ് നടന്നായിരുന്നു സന്ദർശകർ ഈ ക്ഷേത്രത്തിലെത്തിയിരുന്നത് എന്ന് ഒരു യാത്രക്കാരൻ പറഞ്ഞു. താഴെ നിന്ന് നടന്നു വരുന്ന ഏതാനും പേരെ കാണാനും കഴിഞ്ഞു. ഇതാണ് ക്ഷേത്രമുറ്റം. കുറച്ചു സമയം അവിടെ കാഴ്ചകൾ കണ്ട ശേഷം താഴേക്ക് ഇറങ്ങി. താഴെയുള്ള ക്ഷേത്ര കവാടത്തിലൂടെ പുറത്തേക്ക്. അടുത്ത ലക്ഷ്യം പുഷ്കർ ലേക്കാണ്. പുഷ്കർ ലേക്കിന് സമീപം ആദ്യമായി എത്തിച്ചേർന്നത് ഈ ഭാഗത്താണ്. കൂട് തുറന്നു വിട്ട വെള്ളത്താറാവുകൾ നേരെ ജലാശയത്തിലെത്തി. പുഷ്കർ ലേക്കിൻ്റെ ഈ ഭാഗത്തുടനീളം അനേകം ഘട്ടുകളാണ്. അതായത് ക്ഷേത്രങ്ങളും അവയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പടവുകൾ. വെള്ളത്തിലേക്കിറങ്ങി കുളിക്കുന്നവരുണ്ട്, കൈകാലുകൾ കഴുകി വൃത്തിയാക്കുന്നവരുണ്ട്. രാജബോറ ഘട്ട്. ബോർഡ് പതിച്ച ചുമർ കാലപ്പഴക്കം നന്നായി കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുഷ്കർ ലേക്കിൻ്റെ ഒരു കോണിലാണ്. ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു പവലിയൻ ഉണ്ട് ഇവിടെ.
പുഷ്കർ ലേക്കിലെ മനോഹാരിത അല്പസമയം നോക്കിയതിനു ശേഷം വീണ്ടും റോഡിലേക്ക് നടന്നു. റോഡിന് സമാന്തരമായാണ് പുഷ്കർ ലേക്കിന്റെ ഈ ഭാഗത്തെ കര. പല ഘട്ടുകളിലേക്കും ചെരുപ്പഴിച്ചു വേണം പ്രവേശിക്കുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ എല്ലാ ആചാരങ്ങളും അവിടെ കാണാം. റോഡിന് ഇരുവശത്തും ധാരാളം കടകൾ. വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന വസ്ത്രങ്ങളും ചെരുപ്പുകളും തുണികളുമാണ് അവിടെ ധാരാളമായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഈ കടകളുടെ ഇടയിലാണ് അനേകം ഘട്ടുകളിലേക്കുള്ള പ്രവേശന മാർഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നല്ല തിരക്കാണ്. ഈ തിരക്കിനിടയിലൂടെയും ബൈക്കിലും ഓട്ടോറിക്ഷയിലുമായി ആൾക്കാർ സഞ്ചരിക്കുന്നു. കടയിൽ കയറി എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളത് എൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ ബസ് പിടിച്ച് അജ്മീറിലേക്ക് വിട്ടു. റെയിൽവേ സ്റ്റേഷന്റെ എതിർവശത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. അജ്മീറിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ദർഗാ ഷരീഫാണ്. ദർഗാ ഷരീഫ് സന്ദർശിക്കണമെന്ന പല സുഹൃത്തുക്കളും എന്നത് മുമ്പേ പറയുകയുണ്ടായിട്ടുണ്ട്. അവിടേക്ക് ബസ് ഓടുന്നില്ല. ഒരു ഓട്ടോറിക്ഷയെ സമീപിച്ചു. കിത്തന സവാരി എന്നാണ് ആദ്യത്തെ അവരുടെ ചോദ്യം. അതായത് എത്ര പേരുണ്ട് എന്നുള്ളതാണ്. ആൾക്കനുസരിച്ചാണ് അവർ ചാർജ് ഈടാക്കുന്നത്. ഞാൻ തനിച്ച് മാത്രമാണ് എന്നറിഞ്ഞാലും ചാർജിൽ വലിയ കുറവൊന്നുമില്ല. ദർഗാ ഷരീഫിന് കുറച്ച് അകലെയായാണ് അവർ എത്തിയത്. ബാക്കി ദൂരം നടന്നു വേണം എത്തിച്ചേരാൻ. ആകെ ബഹളമയമായ അന്തരീക്ഷം. റോഡിലൂടെ നടക്കുക തന്നെ പ്രയാസമായി തോന്നി. യാതൊരു അടുത്ത ചിട്ടയുമില്ലാതെ ചെറിയ വണ്ടികൾ ഇടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. റോഡിന് ഇരുവശത്തുമായി ചെറിയ കട. എല്ലാം പഴയ കെട്ടിടങ്ങളാണ്. വിവിധ സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ് ഈ അങ്ങാടി എത്തിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ആസ്ഥാനമായാണ് അജ്മീർ കരുതപ്പെടുന്നത്. മുസ്ലിങ്ങളുടെ ഇന്ത്യയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ. മറ്റു മതത്തിൽപ്പെട്ടവരും അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വമാണ്. പിതാവ് ഒരു സൂഫി പണ്ഡിതനായിരുന്നു. പിതാവിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കളെല്ലാം ത്യജിച്ച് അദ്ദേഹത്തിന്റെ തന്നെ മാർഗം പിന്തുടരുകയായിരുന്നു സൂഫി വര്യനായ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി. തന്നെ ഹിന്ദു സമൂഹത്തിന്റെ അധിപനാക്കിയിരിക്കുന്നു എന്ന ഉൾവിളിയോടെയാണ് അദ്ദേഹം അജ്മീറിലെത്തി താമസമാക്കിയത്. അന്നത്തെ മുഗൾ ചക്രവർത്തിമാരായ അക്ബർ, ഷാജഹാൻ എന്നിവർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. തുടർന്ന് അജ്മീറിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവർ മുൻകൈയെടുത്തിട്ടുണ്ട്. അനുഗ്രഹത്തിനും ആത്മശാന്തിക്കും വേണ്ടിയാണ് അനേകം പേർ ഈ സൂഫി വര്യന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ദർഗയിലെത്തി. ചിലർ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ചിലർ ദർഗയിലേക്ക് നീണ്ട ചദ്ദാർ എന്നറിയപ്പെടുന്ന ഷീറ്റുകളാണ് നൽകുന്നത്. തൃശ്ശൂർ പൂരത്തിലെ പുലിക്കളി പോലെ തോന്നിക്കുന്ന ചില രംഗങ്ങൾ. സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഈ ഉത്സവത്തിന്റെ ഭാഗമാണ്. ദർഗയുടെ കവാടത്തിൽ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. ചെരുപ്പ് അഴിച്ചു വേണം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. പടവുകൾ തൊട്ട് വന്നിച്ചാണ് ചിലർ ദർഗയിലെ ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. അപൂർവം നിസ്കരിക്കുന്നവരെയും അവിടെ കാണാൻ കഴിയും. ദർഗയിൽ അർപ്പിക്കാനുള്ള പുഷ്പങ്ങൾ അടങ്ങിയ താലങ്ങൾ വിവിധ സ്റ്റാളുകളിൽ ധാരാളമായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കും. ദർഗ സന്ദർശിക്കാൻ അകത്ത് കടക്കുന്നതിന് മുമ്പ് തൊപ്പി ധരിച്ചിരിക്കണമെന്ന് അവരുടെ നിർദ്ദേശമനുസരിച്ച് ഒരു തൊപ്പി വാങ്ങി ഞാനും ധരിച്ച് അകത്ത് കടന്നു. വിശ്വാസികൾ നൽകിയ നോട്ടു കൂമ്പാരമാണ് മുകളിൽ വിരിച്ച ഷാളിൽ കാണുന്നത്. ദർഗയുടെ പിൻഭാഗത്താണ്
കാല് കഴുകാനുള്ള കുളം സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സന്ദർശനം പൂർത്തിയാക്കി തിരികെ റോഡിലേക്ക് വീണ്ടും പുതിയൊരു ആഘോഷവരവാണ് മുന്നിൽ കണ്ടത്. താരാഗഡ് എന്ന ഒരു പഴയ കോട്ട ഒരു മിനി വാനിലായിരുന്നു താരാഗഡ് കോട്ട കാണാൻ പുറപ്പെട്ടത്. താരാഗഡ് അജ്മീറിലെ ഒരു കോട്ടയാണെങ്കിലും തികച്ചും അവഗണന നേരിടുന്ന ഒരു കോട്ടയായാണ് തോന്നിയത്. ഇരുവശത്തും അനേകം ദർഗകളുണ്ട്. ധാരാളം പേർ അവിടെ സന്ദർശകരായി എത്തുന്നുണ്ട്. എങ്കിലും പരിസരം മുഴുവനും മലിനമാണ്. ഉത്തരവാദപ്പെട്ട ആരെയും അവിടെ കാണാൻ കഴിയില്ല. മുന്നിലെ കൂറ്റൻ കവാടത്തിലൂടെ അകത്തേക്ക് കടന്നു. അകത്തും വിൽപ്പനക്കാരുണ്ട്. കുറച്ചു മാത്രം നിർമ്മിതികളാണ് അതിനകത്തുള്ളത്. പിന്നോട്ടുള്ള കവാടത്തിലൂടെ പുറത്തേക്ക് കടന്നു. താഴേക്ക് കുന്നിൻ ചെരുവിലൂടെ കുറെ പേർ നീങ്ങുന്നത് കണ്ടു. വളരെ പരുക്കനായ വഴി, പടവുകളില്ല. എങ്കിലും കുറെ ദൂരം നടന്ന് തിരിച്ചു പോന്നു. കുന്നിൻ മുകളിലുള്ള കോട്ടയുടെ ചില ഭാഗങ്ങൾ മാത്രം ദൃശ്യമാണ്. എന്നാൽ എല്ലായിടത്തേക്കും സഞ്ചാരികൾ എത്തുന്നില്ല എന്ന് മനസ്സിലാക്കാം. പിന്നീട് നേരെ യാത്രയായത് ആനാസാഗർ ലേക്കിലേക്കാണ്. ലേക്കിന് സമീപമുള്ള ഉദ്യാനത്തിലേക്ക് 20 രൂപ പ്രവേശന ടിക്കറ്റ് എടുത്ത് കടന്നു. 13-ാം നൂറ്റാണ്ടിൽ അജ്മീറിലെ സൂഫി വര്യനായ മൊയ്നുദ്ദീൻ ചിസ്തി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഈ തടാകക്കരയിൽ തമ്പടിച്ചിരുന്നതായി പറയപ്പെടുന്നു. പൃഥ്വിരാജ് ആയിരുന്നു അന്നത്തെ രാജാവ്. സൂഫി ആത്മീയ നേതാവുമായി ബന്ധപ്പെട്ട അനേകം വിസ്മയിക്കുന്ന കഥകളും പ്രചാരത്തിലുണ്ട്. ഇവിടെ തടാകത്തിലും ബോട്ട് സവാരിക്ക് അവസരമുണ്ട്. സമയം സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു. നല്ല ഒരു അന്തരീക്ഷം. പലരും സായാഹ്നം ചെലവിടുന്നതിന് വേണ്ടി കുടുംബസമേതമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഉദ്യാനത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു. പുറത്തെ അന്തരീക്ഷം ആകെ മാറിയിരിക്കുന്നു. കച്ചവടക്കാരുടെ ബഹളം, വലിയ പപ്പടം വിൽക്കുന്ന സ്ത്രീ, സഞ്ചാരികൾക്ക് തിരിച്ചു പോകാൻ അനേകം കുതിരവണ്ടികൾ ക്യൂ ആയിരിക്കുന്നു. രാത്രിയായതിനാൽ തണുപ്പ് കൂടിക്കൊണ്ടിരുന്നു. അലങ്കാര വിളക്കുകളുടെ വർണ്ണവൈവിധ്യം ആസ്വദിച്ചുകൊണ്ട് ഞാൻ തെരുവീതിയിലൂടെ നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് സമീപമെത്തി ഒരു ചൂട് കാപ്പി കഴിച്ചു. ഈ ദിവസത്തെ എൻ്റെ യാത്രകളുടെ അവസാനമായിരുന്നു അത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ട്രെയിൻ അടുത്ത സ്റ്റേഷനായ മദാറിൽ നിന്നാണ് പുറപ്പെടുന്നത്. രാവിലെ ഓട്ടോ പിടിച്ച് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ധാരാളം മലയാളികൾ. മലപ്പുറം ഒരു മുസ്ലിം സ്ഥാപനത്തിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടേതായിരുന്നു ഒരു സംഘം.